ഹലോ, നമുക്കൊന്ന് പഴനി വരെ പോയിട്ട് വന്നാലോ? ടപ്പിച്ചൻ 1 വയസ്സാകുന്ന സമയത്ത് പഴനിയിൽ കൊണ്ടുപോയിട്ട് തല മൊട്ടയടിക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ടപ്പിച്ചനെ എടുത്ത് മല കയറിക്കോളാമെന്ന് നിത്യാട്ടനും ടപ്പിക്ക് വേണ്ടി കാവടി എടുത്തോളാമെന്ന് ഞാനും നേർന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ 1 വയസ്സാവുന്നത് ഡിസംബറിലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് എല്ലാവർക്കും വന്നു. പിന്നെ അതെല്ലാം മാറി ഒരു ഫെബ്രുവരി ആയ സമയത്തായിരുന്നു നമ്മൾ പോയത്. ഞാനും നിതേട്ടനും ടപ്പിച്ചനും പിന്നെ ഞങ്ങൾ 2 പേരുടെ അച്ഛനമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് പോയി. നമ്മൾ പോകുമ്പോൾ കുതിരാൻ വഴിയാണ് കേട്ടോ പോവുക. അതുപോലെ തന്നെ പൊള്ളാച്ചി വഴി പഴനിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊള്ളാച്ചി വഴി നമ്മൾ പോകുമ്പോൾ ഇഷ്ടം പോലെ വിൻഡ് മില്ലുകൾ കാണാം കേട്ടോ. അപ്പോൾ വിൻഡ് മില്ലുകൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വരും. കാരണം സ്കൂൾ ഡേയ്സിൽ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എൻ്റെ പ്രൊജക്റ്റ് ഇതായിരുന്നു. എക്സിബിഷന് പോയിട്ടുള്ള പ്രൊജക്റ്റ് എൻ്റെ വിൻഡ് മില്ലിൻ്റെ ആയിരുന്നു. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, കാറ്റിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതായിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സും എൻ്റെ ടീച്ചേഴ്സിനെയും എല്ലാ കാര്യങ്ങളും ആയിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴേ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. കാലത്തൊരു 10 മണിയൊക്കെ ആയപ്പോൾ പോയി മോൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തും. ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂം. അപ്പോൾ അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം വെച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് തലമുണ്ടനം ചെയ്യാനായിരുന്നു. ദേവസ്വത്തിൻ്റെ കീഴിലുള്ള തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ടോക്കനൊക്കെ എടുക്കുക. നമ്മളുടെ ഫോട്ടോയൊക്കെ ഉള്ള ടോക്കനൊക്കെ കിട്ടും. അപ്പോൾ ടപ്പി ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ, അവന് കൂട്ടാരെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇതുപോലെ തല മുട്ടയടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല, അവർക്ക് അവിടെ നിന്ന് തന്നെയാണ് സാലറി കിട്ടുന്നത്, ഇവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്യണേന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ദക്ഷിണ ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ചന്ദനമൊക്കെ തലയിലൊക്കെ തേച്ച് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. അതിനുശേഷം കുളിച്ച് റെഡിയായിട്ട് നമ്മൾ മല കയറാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള കടയിൽ നിന്ന് നമ്മൾ കാവടി വാടകയ്ക്ക് എടുത്തു കേട്ടോ. 200 രൂപയായിരുന്നു വാടകയ്ക്ക് അവർ വാങ്ങിച്ച പൈസ. അങ്ങനെ ടപ്പിച്ചനെ നിതേട്ടനും എടുത്തു, ഞാൻ കാവടി എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി കയറാണ് മല. അപ്പോൾ അച്ഛനമ്മമാർ ഒന്നിച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പടികളല്ല കയറിയത്. പടികളല്ലാതെ തന്നെ ഉള്ളിൽ ആനപ്പാതി ഉണ്ട്. അതായത് ഉത്സവത്തിൻ്റെ ഈ എഴുന്നള്ളിപ്പും കാര്യങ്ങൾക്കൊക്കെ ആനനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം, ബാക്കി കുറച്ച് സ്റ്റെപ്പ്, പിന്നെ വീണ്ടും നിരപ്പായിട്ടുള്ള സ്ഥലം, അങ്ങനെ. അപ്പോൾ ടപ്പിച്ചൻ്റെ മൊട്ടയടിക്കലും കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് റെഡിയായിട്ട് മല കയറാൻ പോയത് എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരങ്ങളിൽ സ്വർണ്ണത്തേരുണ്ട്, തങ്കരഥം. അതായത് ഭഗവാന്റെ വിഗ്രഹം അണിയിച്ചൊരുക്കിയിട്ട് അമ്പലത്തിന് ചുറ്റും അവർ തേര് കൊണ്ട് പ്രദക്ഷിണ ഉണ്ടാകും. തൊട്ടടുത്ത് നമുക്ക് കാണാനും ദർശനം നേടാനും ആയിട്ട് സാധിക്കും. സാധാരണ പഴനിയിൽ പൂജ നടക്കുമ്പോൾ ഭക്തരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലുള്ള വലിയ ഒരു മണിയുണ്ട്, അതിങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പഴനി നഗരം മുഴുവൻ കേൾക്കുന്ന തരത്തിലാണ് ഈ മണി മുഴങ്ങുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്വർണ്ണരഥത്തിനുള്ളിൽ ഇരുത്തിയിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം നടത്താറുണ്ട്. ഭക്തരാണ് സാധാരണ ഈ രഥം വലിച്ചു കൊണ്ടുപോകുന്നത്. അവർ നമ്മളോട് ചോദിക്കും, ആ രഥം വലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിൽക്കണോ, അങ്ങനെയാണെങ്കിൽ 2000 രൂപ തരണം എന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ പേര് 2000 രൂപ അപ്പം തന്നെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് രഥത്തിൻ്റെ തേര് വലിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും 2 സൈഡിൽ, അതിങ്ങനെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് മല ഇറങ്ങി. ഞാൻ പറയാൻ മറന്നുപോയി, സാധാരണ പീലിക്കാവടി അല്ലാതെ, അതായത് പീലിക്കാവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽപ്പീലിയൊക്കെ ഉള്ളൊരു കാവടി, ചെറുത് നമുക്ക് തോളിൽ വെക്കാൻ പറ്റുന്നത്, അതല്ലാതെ പിന്നെ അവിടുത്തെ വഴിപാട് പാൽക്കാവടിയാണ്. അതായത് പാല് ഒരു കുടത്തിൽ നമുക്ക് കിട്ടും, അത് തലയിൽ ഏന്തിയിട്ട് നമ്മളിതുപോലെ മല കയറണം, അതും ഒരു വഴിപാടാണ്. പിന്നെ മെയിനായിട്ടുള്ളത് എന്താ, നമ്മളുടെ പ്രസാദം പഞ്ചാമൃതം, പഴവും കൽക്കണ്ടവും മുന്തിരിങ്ങയും നെയ്യും തേനും എല്ലാം ചേർത്തിട്ടുള്ള ഭയങ്കര രസമാട്ടോ പഞ്ചാമൃതം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പഴനിയിലൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പറഞ്ഞു വെച്ചാൽ ഒരു ബോട്ടിൽ ഞങ്ങൾക്ക് വാങ്ങിച്ച് കൊണ്ടുവരണം കേട്ടോ എന്ന്. അത്ര ടേസ്റ്റാണ് പഞ്ചാമൃതം. തിരിച്ച് റൂമിലെത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ശുഭം ഹോട്ടലായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മോനെ ഞാൻ ഉറക്കി, അച്ഛനമ്മമാരും നിതേട്ടനും എല്ലാവരും കിടന്നുറങ്ങി. പക്ഷേ എനിക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. പുറത്ത് എന്താണ് നടക്കണേന്ന് അറിയാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ബാൽക്കണിയിൽ തന്നെ പോയി നിന്നു. എന്തോരം ചടങ്ങുകളാണ്, ഓരോന്നും ഇങ്ങനെ കണ്ടു നിന്നു. പഴനിയിലത്തെ പ്രധാനപ്പെട്ട ആചാരം കേട്ടോ മുടി മൊട്ടയടിക്കലും ചന്ദനം തേക്കലൊക്കെ. അപ്പോൾ ചന്ദനം ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. കാരണം ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ തല പഴനിയിൽ കൊണ്ടുപോയിട്ടായിരുന്നു മൊട്ടയടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. ഏറ്റവും കൂടുതൽ പോക്കറ്റടിക്കാരും പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും പഴനിയിൽ. അപ്പോൾ അവർ ഇങ്ങോട്ട് കയറി വന്ന് മൊട്ടത്തലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ വന്ന് ചന്ദനമൊക്കെ വാരിപ്പൂശും, വന്നിട്ട് കാശ് അവർ പറയണതൊക്കെ തരണം എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കാൻ നിൽക്കരുത്.
നിങ്ങൾ ആദ്യം തന്നെ പൈസ എത്രയാണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ചന്ദനം തേപ്പിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരു വഴക്കിന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ചന്ദനം കൊണ്ടുപോയി. അപ്പോൾ ശരിക്കും ബാലമുരുകൻ്റെ ശിരസിനോട് സാമ്യം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വഴിപാട് അവിടെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ വെളുപ്പിന് നമ്മൾ എഴുന്നള്ളിപ്പിനൊക്കെ കണ്ട ആനയുണ്ടല്ലോ, അത് അവിടെ അപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനയുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന നമുക്ക് അനുഗ്രഹം തരും തുമ്പിക്കൈ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ ടപ്പിച്ചനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ പഴനിയിൽ വരാൻ കാരണം സാധാരണ അമ്പലങ്ങളിലൊക്കെ കിഴക്കോട്ടാണല്ലോ ദർശനം ഉണ്ടാവുക, പക്ഷെ പഴനിയിൽ പടിഞ്ഞാറോട്ടാണ് ദർശനം. പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് അഭിമുഖമായിട്ടാണ് വിഗ്രഹത്തിൻ്റെ ദർശനം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പഴനിയിൽ വരുന്നതെന്നും ഒരു വിശ്വാസം. അപ്പോൾ അടുത്തത് ഞങ്ങൾ ഹിഡുമ്പമലയിലേക്ക് പോവാം കേട്ടോ. ഹിഡുമ്പമലയിലത്തെ ഫുൾ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ.